അതെ, സ്വർണ്ണ കമ്മല. നല്ല ഭംഗിയുണ്ട്. അയ്യോ, എന്റെ ചെവി. സ്വർണത്തിന്റെ തിളക്കം കണ്ടോ? ചോരയുടെ മണമുള്ള സ്വർണത്തിന്റെ തിളക്കം കണ്ടോ? പണക്കിഴികൾ താഴെ വീഴാതെ സൂക്ഷിച്ചോ. ശരി അജില. ജീവൻ വേണമെങ്കിൽ പണക്കിഴികളൊക്കെ താഴെ വെച്ച് ഓടി രക്ഷപ്പെട്ടു കൊള്ളുക. പണക്കിഴികൾ. ഇരകൾ, വീണ്ടും ഇരകൾ. നിലാവെളിച്ചത്തിൽ കാട് കാണാൻ എന്തു ഭംഗിയാണ്. മൃഗങ്ങളെല്ലാം ആരെയോ പേടിക്കുന്ന പോലത്തെ ശബ്ദമാണല്ലോ പുറപ്പെടുവിക്കുന്നത്. അതെ, ഈ കാട്ടിൽ ഒരു കൊള്ളക്കാരനുണ്ട്. പേര് രത്നാകരൻ. പണത്തിനും ധനത്തിനും വേണ്ടി ആരെയും കൊല്ലാൻ മടിക്കാത്തവനാണ് അവൻ. ഓഹോ, അപ്പോൾ കൊള്ള മാത്രമല്ല, കൊലപാതകമുണ്ട് വിരുദ്ധന്റെ കയ്യിൽ അല്ലേ? അങ്ങനെയെങ്കിൽ അവനെ വെറുതെ വിട്ടുകൂടാ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വയോധികരെ, ജീവൻ വേണമെങ്കിൽ കയ്യിലുള്ള ധനവും പണവും വെച്ച് എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടു കൊള്ളുക. അപ്പോൾ നീയാണല്ലേ രത്നാകരൻ? അപ്പോൾ എന്നെ കുറിച്ച് അറിയാം അല്ലേ? ഈ വാൾ ഇത് നീ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് മോഷ്ടിച്ചതല്ലേ? കൊട്ടാരത്തിൽ നിന്നും വാൾ മാത്രമല്ല, കിരീടവും ഞാൻ മോഷ്ടിച്ചിട്ടുണ്ട്. ഈ രാജഗഡ്ഗത്തിനിരയായി നിന്റെ ശിരസ് ഇവിടെ പിടിഞ്ഞു വീഴണമെങ്കിൽ എത്രയും പെട്ടെന്ന് കയ്യിലുള്ള പണവും ധനവും വെച്ച് ഓടി രക്ഷപ്പെട്. മുകളിൽ ആകാശവും താഴെ ഭൂമിയും, അതല്ലാതെ ഞങ്ങളുടെ കയ്യിൽ മറ്റൊന്നുമില്ല. കളിയാക്കാതെ പണം താഴെയിട്ട് രക്ഷപ്പെട്ട് പോകാൻ നോക്കണം. അരുത്, ഞങ്ങൾ സപ്തഋഷികളിൽ ചിലരാണ്. ഞങ്ങളുടെ കയ്യിൽ സമ്പത്തോ പണമോ ഒന്നുമില്ല. സപ്തഋഷികളോ? അങ്ങനെയെങ്കിൽ എനിക്ക് ഉപകാരമുള്ള എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ? ഉണ്ട്, അറിവ്. അറിവോ? അറിവ് നേടിയിട്ട് എനിക്കെന്ത് ഗുണം? ബോധോദയം വരട്ടെ. ഓ, ബോധോദയം വരാൻ നേരം പോക്കാണല്ലേ? അങ്ങനെയെങ്കിൽ നേരം പോക്കാവട്ടെ. ഇരകളില്ലാതെ ഇരിക്കുകയായിരുന്നു ഞാൻ. വിശ്രമവേളകളിൽ നിങ്ങളുടെ ഉപദേശങ്ങളാവാം. പറയൂ, നിങ്ങളുടെ ഉപദേശങ്ങളൊക്കെ കേൾക്കട്ടെ.
ഹേ രത്നാകര, നീ ആർക്കു വേണ്ടിയാണ് ഈ കൊടും ക്രൂരതകളെല്ലാം ചെയ്യുന്നത്? നിങ്ങളെപ്പോലെ സപ്തർഷികളെ നിങ്ങളുടെ ശരീരം മാത്രം നോക്കി നടന്നാൽ പോരാ. എനിക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, അമ്മയുണ്ട്. അവരുടെ കാര്യങ്ങൾ നോക്കണം, അവർക്ക് ചിലവിന് കൊടുക്കണം. എനിക്കിതല്ലാതെ മറ്റൊരു തൊഴിലറിയില്ല. എന്നിട്ട് നീ ഈ ചെയ്യുന്ന ക്രൂരതയുടെ ഫലമായി നിനക്ക് ലഭിക്കുന്ന ശാപം പങ്കിടുവാനായി നിന്റെ അമ്മയോ ഭാര്യയോ മക്കളോ തയ്യാറാകുമോ? തീർച്ചയായും, അതിലെന്താ സംശയം? എങ്കിൽ അവരോട് പോയി ചോദിച്ചു വരൂ, നിന്റെ പാപങ്ങൾ പങ്കിടാൻ അവർ തയ്യാറാണോ എന്ന്. നല്ല തമാശ തന്നെ. തമാശയോ? ചിരിക്കാതെ പോയി ചോദിച്ചിട്ട് വരൂ. നീ വരുന്നത് വരെ ഞങ്ങൾ ഇവിടെ തന്നെ കാത്തു നിൽക്കും. അമ്മേ, ഞാൻ കൊണ്ടുവരുന്ന ധനവും പണവും ഒക്കെ നിങ്ങൾ സ്വീകരിക്കുന്നത് പോലെ ഈ പാപകർമ്മങ്ങളുടെയൊക്കെ ഫലം എനിക്ക് മാത്രമാണെന്നാണ് ഇവർ പറയുന്നത്. അത് ഏറ്റെടുക്കാൻ നിങ്ങളും തയ്യാറാവില്ലേ? താൻ നിരന്തരം ചെയ്യുന്ന പാപകർമ്മങ്ങൾ താൻ അനുഭവിച്ചേ മതിയാവുള്ളൂ. അമ്മേ, ഞാനിതൊന്നും പ്രതീക്ഷിച്ചതല്ല. എൻ്റെ പാപകർമ്മങ്ങൾ ഏറ്റെടുക്കാൻ എന്നെ പോലെ തന്നെ എൻ്റെ കുടുംബവും ബാധ്യസ്ഥരാണെന്നാണ് ഞാൻ കരുതിയത്. എനിക്ക് സംഭവിച്ചു പോയതിൽ കുറ്റബോധമുണ്ട്. ഇനി ഈ പാപങ്ങളിൽ നിന്ന് മോക്ഷം ലഭിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് മുനിവര്യ? നിങ്ങൾ പറഞ്ഞു തന്നാലും. നീ രാമനാമം ജപിക്കുക. രാമനാമമോ? അതെന്താണ്? എനിക്കതറിയില്ല. അറിയില്ലെങ്കിൽ നീ ആമരം ആമരം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. രാമനാമം മാത്രമല്ല, രാമചരിത്രവും നിന്റെ നാവിൽ വരും. മഹാവിഷ്ണു നിന്നെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമരം 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 ആമ രാമ 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 രാമ. രംഗം 2. 100 വർഷങ്ങൾക്ക് ശേഷവും കാട്ടിലിരുന്ന് തപസ് ചെയ്യുന്ന രത്നാകരൻ. രാമ 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 രാമ. മുനിവരിയ, എവിടുന്നാ ഈ രാമരാമ ശബ്ദം കേൾക്കുന്നത്? ഇവിടെ വെച്ചല്ലേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ രത്നാകരനെ കണ്ടത്? അതെ, ശരിയാണ്. ഇവിടുന്നാണ് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഈ കേട്ടത്. ഇതാ ചിതൽപുറ്റിൽ നിന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത്. നമ്മൾ പോയി അവിടെ നോക്കാം. ചിതൽപുറ്റിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തെടുക്കും. ഹേ രത്നാകര, വർഷങ്ങളായുള്ള നിന്റെ തപോഫലം കൊണ്ട് നീ ആർജിച്ചെടുത്തത് ശ്രീരാമനാമം ജപിക്കാൻ മാത്രമല്ല, ശ്രീരാമന്റെ ജന്മോദ്ദേശം എന്താണെന്നുള്ള അറിവ് കൂടിയാണ് നീ നേടിയിരിക്കുന്നത്. ശ്രീരാമജയം. ശീതൽപുറ്റ് എന്നാൽ വാത്മീകം എന്നാണ് അർത്ഥം. വാത്മീകത്തിൽ നിന്നും പുറത്തു വന്ന നീ ഇന്നു മുതൽ വാത്മീകി എന്ന നാമത്തിൽ അറിയപ്പെടുന്നതാണ്. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ.
ജയ് ശ്രീരാം. രാവനും സീതയും, ഭരതനും ലക്ഷ്മണനും, ദശരഥനും രാവണനും, ഹനുമാനും ബാലിയും, സുഗ്രീവനും വിഭീഷണനും നിറഞ്ഞാടിയ ശ്രീരാമചരിതം ഞാൻ മനസ്സിലാക്കിയതുപോലെ, എനിക്ക് അറിവ് പകർന്നതുപോലെ വരും തലമുറയ്ക്ക് മാതൃകയാകാൻ, അവർക്ക് അറിവ് പകരാനായി ഞാൻ എഴുതുകയാണ് രാമായണം, വാത്മീകി രാമായണം. രാമകഥാഗാനലയം മംഗളമെൻ തമ്പുരുവിൽ പകരുക സാഗരമേ, ശ്രുതിലയ സാഗരമേ, സാഗീതം പാടുകയാ ഹേ രാമ. കാതരയാ ശാരികയാ സാഗീതം പാടുകയായി വീണ്ടും രാമകഥാഗാനലയം മംഗളമെൻ തമ്പുരുവിൽ പകരുക സാഗരമേ, ശ്രുതിലയ സാഗരമേ. രാമായണ കഥയിലെ തന്നെ ഉജ്ജ്വലമായ ഏടുകളിലൊന്നാണ് ഭരതനും ശ്രീരാമനും തമ്മിലുള്ള സാഹോദര്യത്തിൻ്റെ കഥ. ത്യാഗോജ്വലമായ സാഹോദര്യം എന്തെന്ന് വരും തലമുറയ്ക്ക് അറിയാൻ ഇതാ ഞാൻ പരിചയപ്പെടുത്തുന്നു. ഭരതൻ. ഞാൻ ദശരഥ മഹാരാജാവിന്റെ പുത്രൻ ഭരതൻ. എനിക്കൊരു ജ്യേഷ്ഠനുണ്ട്, പേര് ശ്രീരാമൻ. അദ്ദേഹം ഇപ്പോൾ കാട്ടിലാണ്. രാജ്യഭരണം ലഭിക്കാനായി എൻ്റെ അമ്മ കാണിച്ച ഒരു അവിവേകം. അയോധ്യയുടെ യുവരാജാവ് എന്നും ശ്രീരാമൻ തന്നെയാണ്. പ്രസാദം വദനത്തിങ്കൽ, കാരുണ്യം ദർശനത്തിലും, മാധുര്യം വാക്കിലും ചേർന്നുള്ളവനെ പുരുഷോത്തമൻ. ജയ് ശ്രീരാം. సరి సరి సారి సరి ని ని రి ని మదని సరి గరి రి గరి రి గరి రి గరి గా గరి రి గా గరి రి సరి గ మ పద ప ప పద ప ప పద ప పద ప సా స ద ద మదని స సారి స సరి స సరి స సారి స గా గరి రి మదని రి. ഇന്ദ്രധനുസ്സുകളീട്ടി ദേവകളാദി നാമ ഗംഗയാടി രഘുപതി രാമ ജയം രഘുരാമ ജയം ശ്രീഭരതവാക്യ ബിന്ദു ചൂടി സോദര പാതുക പൂജയിലാത്മപദം പ്രണവം വിടർന്നുലഞ്ഞുലഞ്ഞ സരയുവിൽ മന്ത്രമൃദംഗ തരംഗ സുഖം ശരവേഗം ജീവതാളവേഗി മാരുതിയാ ജലഗന്ധ സൂനധൂപദീപകളയായി മന്ത്രയന്ത്ര തന്ത്ര കളിത പുണരു സാമകാല നഗരിയോടെ